ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സ്കൾ ഗെയിമിംഗ്. ഇതിപ്പോൾ എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ മാക്സിമം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ടാണ് ഗ്രാനി ഗെയിം കളിക്കണത്. അത് എങ്ങനെയൊക്കെ ഉണ്ടാവും, ഇപ്പോൾ ഈസി മോഡിലിടാം. ഇനി നിങ്ങൾ നിർബന്ധിക്കുകയാണെങ്കിൽ ഹാർഡ് മോഡിലേക്ക് ഞാൻ മാറ്റും. ട്രെയിൻ എസ്കേപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതന്നെ കിട്ടുമെന്ന് അറിയില്ല. മാക്സിമം ഞാൻ അതന്നെ നോക്കാം. ഇപ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ ഞാൻ വേറൊരു എസ്കേപ്പ് ട്രൈ ചെയ്ത് നോക്കാം. ഗ്രാനിയുടെ വീട്ടിൽ ഉറക്കമുണരുന്ന ഒരു മനുഷ്യൻ്റെ മാനസികാവസ്ഥ. മാക്സിമം 3 ദിവസത്തിനുള്ളിൽ ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കണം ഗൈസ്. 4ാമത്തെ ദിവസം വരെ നിൽക്കുകയാണെങ്കിലും സ്കൂളിലാണ്. ഓക്കെ, ഓപ്പൺ ചെയ്തു. ഗ്രാനീനെ ഇങ്ങോട്ടും എത്തണം ഗൈസ്. അതിന് വലിയ പണിയൊന്നുമില്ല, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാമെന്നുള്ളൂ. ഇതൊന്നും അത്ര പണിയല്ല. പ്ലാങ്ക് കണ്ടിട്ടുണ്ട്. പ്ലാങ്ക് ഇപ്പം എടുക്കണ്ട, നമുക്ക് ഇത് ലാസ്റ്റത്തേക്ക് മാറ്റി വയ്ക്കാം. ഓക്കെ, ഗ്രാനിക്ക് വേണ്ടിയുള്ള അഗാധമായ കാത്തിരിപ്പ്. ഞാൻ ഒരു കാര്യം ചോദിച്ചത്, ഇവൻ എന്തിനും ഇവിടെ വന്ന് പെട്ടെന്നാണ് എനിക്ക് മനസ്സിലാവാത്ത. ഈ മരക്കോടിന് വേറെ കുറേ സ്ഥലങ്ങളിലൊക്കെ പൊക്കൂടെ? ഈ പട്ടിക്കാട്ടിൽ വന്നിട്ട് ഈ തള്ളേരെ അടി കൊണ്ട് ഇവിടെ എന്തിനാണ് കിടക്കണേന്ന്. അവൻ പെട്ടിട്ട് ഇപ്പം അവനെ രക്ഷിക്കേണ്ട അവസ്ഥയായി. ഇപ്പം ഇതിൽ കൂടെ ഗ്രാനി പോയി കഴിഞ്ഞാൽ അത്രയ്ക്ക് സമാധാനം. നമുക്ക് മേളിൽ കയറാം, സാധനങ്ങളൊക്കെ എടുക്കുക, എല്ലാം ഓരോന്നായിട്ട് പയ്യെ ചെയ്യാം. പോയി കഴിഞ്ഞു. മാക്സിമം വേഗത്തിൽ മേളിലേക്ക് പോവാം. നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എക്സ്ട്രീമിലിട്ട് കളിച്ച് നോക്കാം. ജയിക്കുമെന്നൊന്നും വലിയ ഉറപ്പില്ല, എന്നാലും കളിച്ച് നോക്കാം. ഓക്കെ, ഇവിടെ മാച്ച് ബോക്സ് അങ്ങനെ ഓരോന്നായിട്ട് വരട്ടെ. പ്ലാങ്ക് കിട്ടി. മാച്ച് ബോക്സ് എവിടെയാണെന്ന് നമുക്ക് മനസ്സിലായി. ഇതൊക്കെ ഞാൻ തുറന്നിട്ടോ. ഇവിടെ ഒന്നുമില്ല. ട്രെയിൻ എസ്കേപ്പിന് വേണ്ട കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ കണ്ടതാ. ഈ കോയിൻ വേണം, ലിവർ വേണം, പിന്നെ ട്രെയിൻ കീ വേണം. ഈ 3 എണ്ണമല്ലേ വേണ്ടേ? ഈ 3 എണ്ണം കണ്ടുപിടിച്ചാൽ ട്രെയിൻ എസ്കേപ്പ് ഈസി ആവും. ഇതിനു മുമ്പ് എനിക്ക് ലോക്കി ഗെയിമർ എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഉണ്ടായിരുന്നു, യൂട്യൂബ് അക്കൗണ്ട്. അത് പോയി ഗൈസ്. എന്താണെന്ന് അറിയില്ല. അതിലാണ് ഫുൾ ബഗ്ഗുകളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഫ്രീ ഫയറിൻ്റെ ഓരോ ബഗ്ഗുകൾ. അത് എന്താണെന്നറിയില്ല, കുറച്ച് ദിവസം മുമ്പാണ് പോയത്. ഇതെൻ്റെ പുതിയ അക്കൗണ്ടാണ്. ഓക്കെ, ഇവിടെ ഇതിൽ കൂടെ ഒരു വഴിയുണ്ട്. താഴേക്ക് ഇറങ്ങാൻ പറ്റുന്ന ഞാൻ യൂട്യൂബിൽ ഞാൻ കണ്ട. ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇപ്പോൾ ഈ റൂമിലേക്ക് പോവാം. ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല, എന്നാലും പോയി നോക്കാം, എന്തെങ്കിലും കിട്ടിയാലോ. സാധാരണ ഇവിടെ അങ്ങനെ ഒന്നും ഉണ്ടാവാണ്ടിരിക്കുന്നതാണ്. ഓക്കെ, ഓൾഡ് ക്ലിപ്പ്, വേറെ ഒന്നുമില്ല. ഓക്കെ, ഈ സെൻസിറ്റീവ് ഒന്ന് ശരിയാക്കട്ടെ. ഓക്കെ, ഇനി പോവാം ഗൈസ്. നമുക്ക് അടുത്ത് എൻ്റെ മാതാവ്, ഈ സ്ലെൻഡറിന് എടുത്തത് ഭയങ്കര പൊല്ലപ്പായിരുന്നു. ഞാൻ പറയാൻ വന്നത്, നമുക്ക് അടുത്ത പ്രാവശ്യം കളിക്കുമ്പോൾ ഈ ഗ്രാൻഡ് പാനും കൂടി ഇൻക്ലൂഡ് ചെയ്താലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ ഞാൻ ഈസിയിലിട്ട് കളിക്കണേ. എനിക്കിത് ആദ്യമായിട്ട് കളിക്കണതുകൊണ്ട് അത്യാവശ്യം ടഫായിരിക്കും. അപ്പം ഇനി ഗ്രാൻഡ് പാനും കൂടി അടുത്ത ഗെയിം പ്ലേയിലേക്ക് ഇട്ടാലോ എന്ന് ആലോചിക്കാം. ഓക്കെ, അടിയിലേക്ക് എത്തി. മാക്സിമം എല്ലാം ഡ്രോ ചെയ്തും തുറന്ന് നോക്കണം. ഇതിൽ എന്തൊക്കെ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. എങ്ങാനും ഗ്രാനി വന്നാലോ. എനിക്കിപ്പോൾ ഗ്രാനി വന്ന് ഇവിടേക്ക് പെട്ടെന്ന് വരുമെന്നാണ് എൻ്റെ പേടി. ഒന്നും പറയാൻ പറ്റില്ല, ഈ തള്ളയുടെ കേസായതുകൊണ്ട്. എപ്പോൾ വരും എപ്പോൾ പോകുന്നു പടച്ചവന് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒട്ടുമിക്ക സ്ഥലത്ത് നോക്കി എന്നിട്ട് കിട്ടിയതാകെ ഒരു മരം മാത്രം.
ഇനി ഇത് മേളിൽ കൊണ്ടുപോയി കത്തിച്ച് ആ കാക്കേനെ ഓടിച്ച് അവിടുന്ന് ആ സാധനം എടുക്കണം ഗൈസ്. വലുതായിട്ട് ഉപയോഗമുള്ള ഒരു സാധനം പോലും കിട്ടിയുള്ള ഗൈസ്. നിന്റെയൊക്കെ സമയമാവുന്നേ ഉള്ളടാ കള്ള കടയാടി മോനെ. ഇനിയും തള്ളേനെ പേടിക്കണ്ട, ആ സ്ലിംഗ് ഷോട്ടൊന്നും കിട്ടിയാൽ മതി, ബാക്കിയൊക്കെ കാര്യം നമ്മ എത്തി. ഇനി അത് കണ്ടുപിടിക്കാനുള്ള ഊതി തള്ള ദാ വന്നി അതൊന്ന് കയ്യിൽ കിട്ടിയോട്ടെ, എല്ലാം തീർത്തരാം ഗൈസ്. ഞാൻ യൂട്യൂബിൽ കണ്ടത് ഇത് മേളിലും കണ്ട ആ ഒരു ബോക്സിലാണ് അത് വെച്ചേക്കണത്. ഗ്രാൻഡ് പാഡ് റൂമിലും കണ്ട ആ ബോക്സ് ഇവിടെ കണ്ട. ഓക്കെ, ദേ കിട്ടി ഗൈസ്. ഇവിടെ 2 ഷെൽഫുകളുണ്ട്, അതും കൂടി ഒന്ന് തുറന്നു നോക്കിയിട്ട് താഴേക്ക് മരം എടുത്തിട്ട്. ഓക്കെ, ഇവിടെ ഡോറുണ്ട്. ഇതാ വന്നു. ഇതിനെ നോക്കാൻ പാടില്ല കുറേ നേരം, അതാണ് ഒരു ഇഷ്യൂ. അല്ലെങ്കിൽ ഇതിനെ കുറേ നേരം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മോന്താണ് അടിപൊളിയാണ്, ചിരി വരും ഇടയ്ക്ക് ഇതിനങ്ങോട്ട് കാണുന്നത്. ഓക്കെ, നീ പാവ കൊണ്ടിട്ടാൽ അതെന്താണോ ഇനി തരാൻ പോണേ. എന്തായാലും ഇതിൻ്റെ ശല്യം ഒഴിഞ്ഞു കിട്ടും, വലിയ ഭാഗ്യം. പോട്ടെ ശരി, വേഗം വേഗം എന്തെങ്കിലും ഒന്ന് തന്നിട്ട് പോടേ ഗൈസ്. എന്താണ്ട് ഇട്ടുണ്ട് നോക്കാം. സേഫ് കീ. ഓക്കെ, സെറ്റ്. അപ്പം സ്ലെൻഡറീനെ മോചിപ്പിച്ചത് വെറുതെ ആയില്ല, ഉപകാരമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിത് സേഫ് തുറക്കാൻ യൂസ് ചെയ്യാം. അതെവിടെയാണെന്ന് എനിക്കറിയാം, ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് നമ്മ. ഓക്കെ, ട്രെയിൻ കീ. അപ്പോൾ ട്രെയിൻ എസ്കേപ്പിനുള്ള ചാൻസസ് കൂടി വരുന്നുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടത്? ലിവർ വേണം, ടിക്കറ്റ് വേണം. ഈ 3 പോലെ അതും കൂടി കിട്ടിയ ട്രെയിൻ എസ്കേപ്പ്. ഗൈസ്, സമയം കഴിഞ്ഞു തോന്നുന്നു. തള്ളാനെ വീണ്ടും ഉറക്കണമെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് തള്ളാനെ ഉറക്കാം. തള്ള തന്നെ ഗൈസ്. ആ സ്ലിംഗ് ഷോട്ട് എടുക്കണേക്ക് മുമ്പ് തള്ള കയറി വന്ന് സാരില്ല, നമുക്ക് എങ്ങനെയെങ്കിലും തള്ളേനെ ഉറക്കാം, അല്ലാണ്ട് വേറെ വഴിയില്ല. തള്ള ഉള്ളതുകൊണ്ട് നമുക്ക് ഇനി അകത്തേക്ക് കയറി മര്യാദയ്ക്ക് സാധനങ്ങൾ എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കണ്ട. പോട്ടെ പോട്ടെ, ഇതിന് ഇത്രയ്ക്കും വേഗതയേ ഉള്ളൂ. ആ വന്നില്ലേ, ആ പോട്ടെ പോട്ടെ. ഈ സാധാരണ ഇതിനേക്കാളും കൂടുതൽ വേഗത ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പം എനിക്ക് മാത്രമാണോ ഭയങ്കര സ്ലോയിൽ പോകണം. സ്ലിംഗ് ഷോട്ട് ഇതാ കിടക്കണം. ഇന്ന് തള്ളേനെ തീർത്തിട്ട് തന്നെ കാര്യം. എവിടെ എവിടെ എവിടെ? ഇങ്ങോട്ടേക്ക് വാ, ഞാൻ അങ്ങോട്ടേക്ക് വരാം. ഇപ്പം തീർത്ത് തരാം തള്ളയുടെ ഇടപാടൊക്കെ. തള്ള നമ്മളിങ്ങോട്ട് തൊലച്ച് കളഞ്ഞ്. ഡേ 2. ഇനിയും 4 ദിവസം കൂടി ഉള്ളൂ. എങ്ങനെയും രക്ഷപ്പെടാൻ പറ്റിയ ആദ്യത്തെ എൻ്റെ ഗെയിം പ്ലേ എങ്കിലും ജയിക്കാൻ പറ്റിയ അത്രയ്ക്ക് സന്തോഷം ഗൈസ്. ഇത് ഡേ 2 ആണ്. ഇനി മേളിൽ പോയിട്ട് ആ കാക്കയുടെ അവിടെ നിന്ന് ആ കീയും കൂടി ഒന്ന് എടുത്തിട്ട് വന്നാൽ മതി ഗൈസ്. പിന്നെ താഴേക്ക് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇറങ്ങിയ മാതിരി ഇറങ്ങാം ഗൈസ്. ഈ പ്രാവശ്യം എങ്കിലും ഗ്രാനിയുടെ അടി കിട്ടി ചാവാണ്ടിരുന്നാൽ മതിയായിരുന്നു. നമ്മുടെ കയ്യിൽ സ്ലിംഗ് ഷോട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. ഗൈസ്, എനിക്ക് തോന്നുന്നില്ല 4ാമത്തെ ദിവസം വരെ നിൽക്കുമെന്ന്. എന്തായാലും തോക്കാനാ ചാൻസ് കൂടുതൽ. എന്നാലും ഒന്ന് 4ാമത്തെ ദിവസം വരെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പം 4ാമത്തെ ദിവസം കഴിഞ്ഞ് 5ാമത്തെ ദിവസമായ ഞാൻ ഇതങ്ങോട്ട് വിടാം. പിന്നെ ആദ്യം തൊട്ട് ഞാൻ കളിച്ചു തുടങ്ങും ഗൈസ്, അല്ലാണ്ട് വേറെ വഴിയില്ല ഗൈസ്. ഇവിടെയും കൂടി ഒന്ന് ചെല്ലാനുണ്ടായിരുന്നു. ഇവിടെ ലാസ്റ്റ് എത്തിയതാണ് ഭയങ്കര ശോകമാവണേ. നമ്മൾ ഇവിടെയാണ് ആദ്യം വൻതായ ഈ സ്ലിംഗ് ഷോട്ട് കിട്ടുമ്പോൾ തന്നെ ഗൈസ്. ക്രൗബാർ കിട്ടിയിട്ടുണ്ട്. ഇനിയും പൊളിക്കാനുള്ളതൊക്കെ പൊളിക്കാം.
ഗൈസ് കിട്ടാനുള്ള കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം 2 എസ്കേപ്പ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ഒന്നാമത് ആ ഗേറ്റ് തുറന്ന് പോകാൻ പറ്റും, പിന്നെ അല്ലെങ്കിൽ ട്രെയിൻ എസ്കേപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ട്രെയിൻ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ആ എസ്കേപ്പ് ഒന്ന് നോക്കാം. പിന്നെ ഈ ചോരാണത് 3-ാമത്തെ ദിവസം ഞാൻ മേടിച്ചത്, 4-ാമത്തെ ദിവസം. ഇതിലെങ്കിലും ജയിച്ചില്ലെങ്കിൽ ആകെ തികയുന്നു പോകും. അപ്പോട്ടെ. Stop it. Get some help. ഗൈസ് അങ്ങനെ ഗ്രാനീനെ ഉറക്കിയിട്ടു. ഇനി നമുക്ക് ഈ സാധനം എടുത്തിട്ട് അവിടെ വയ്ക്കാം. അപ്പോൾ പാതി പണി കഴിഞ്ഞു. ഗൈസ് ഈ വീഡിയോ എന്തായാലും ലോങ് ആവാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇത്തിരിയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, കാരണം ഭയങ്കര ലെങ്ത് ആവാണ്ടിരിക്കാൻ വേണ്ടി. എന്തായാലും ഇനിയും ഗ്രാനീനെ ഉറക്കണ ചടങ്ങും കൂടി കഴിഞ്ഞാൽ ഏകദേശം കഴിഞ്ഞു. அப்போ நான் பொட்டனா? இத்தனையும் நான் செய்து கொண்டிருக்கேன், நான் பொட்டனா? പ്ലീസ് ഗ്രാനീനെ ഉറക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മാക്സിമം ഇതെടുത്ത് താഴേക്ക് പോവാം. എല്ലാ ട്രെയിനിൻ്റെ ഐറ്റംസ് താഴെ കൊന്ന് ഇടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മേളിലേക്ക് പോകണം ഗൈസ്. ഫ്യൂസ് ഒന്നും ഇടാൻ ട്രെയിൻ എസ്കേപ്പിന് ആവശ്യമില്ല, കാരണം നമുക്ക് ഇതുവരെയായിട്ട് ലിവർ കിട്ടിയുള്ള. ഇപ്പം കീയും കൂടി കിട്ടിയാൽ മതി ഏകദേശം. പിന്നെ ആ ലിവറും കൂടി കിട്ടിയാൽ മതി. ഞാൻ എന്തായാലും ലിവർ അന്വേഷിച്ച് പോകണില്ല. നമുക്ക് നേരെ ആ ഫ്യൂസ് എടുത്തിട്ട് മെയിൻ ഡോറിൽ കൂടെ പോവാം. കാരണം ലിവർ ഞാൻ അന്വേഷിച്ച് പോകണമെങ്കിൽ അത് ചിലപ്പോൾ കാണുന്നില്ല, കാരണം ഇവിടെ ഫുള്ളും ബഗ്ഗുകളാണ്. 4-ാമത്തെ ദിവസം വരെ എങ്ങനെ എത്തിയെന്ന് നിങ്ങളെ ഞാൻ കാണിച്ചത്. 3-ാമത്തെ ദിവസം ഞാൻ എന്തായാലും കട്ട് ചെയ്തു, കാരണം അത് എന്താണ്ട് ഒരു ബഗ് പറ്റി. എനിക്കാണെങ്കിൽ അനങ്ങാനും പറ്റുള്ള, ഓടാനും പറ്റുള്ള, ഒന്നിനും പറ്റുള്ള. മേളിൽ നിന്ന് ചാടിയതാണ്. എന്നിട്ട് ഞാൻ ബാക്ക് അടിച്ചു. എന്നിട്ടിപ്പോൾ വീണ്ടും കളിക്കണം. വീണ്ടും 3 ദിവസം ചത്ത് 4-ാമത്തെ ദിവസം ഫുള്ളും ഗതികേടാ. ഗൈസ് ഈ ഫ്യൂസും കൂടി കൊണ്ടു വെച്ചാൽ നമുക്ക് പോവാം. ശരിക്കും പറഞ്ഞാൽ എസ്കേപ്പ് ചെയ്യാം. ഇതും കൂടി വെച്ചിട്ട് ഇലക്ട്രിസിറ്റി ഓണായി. എന്തോ കാര്യമായിട്ട് പറയണുണ്ട്. രക്ഷപ്പെടാം. ഇപ്പം തന്നെ ട്രെയിൻ എസ്കേപ്പ് ചെയ്യണമെന്നില്ല. ഒന്നാമത് തന്നെ ഇനി എൻ്റെ ലിവർ കണ്ടുപിടിക്കണം. അത് ചിലപ്പോൾ എവിടെയെങ്കിലും ബഗ്ഗായി എന്നതാണെങ്കിലോ അത് ചിലപ്പോൾ കാണുന്നില്ല. ഓക്കെ, നമ്മൾ അപ്പോൾ ട്രെയിൻ എസ്കേപ്പ് ചെയ്യുന്നില്ല. ഇതങ്ങോട്ട് കൊണ്ടു വയ്ക്കുക, എന്നിട്ട് നേരെ ഗേറ്റ് തുറന്ന് പോവാം. ഇതും കൂടി വെച്ചിട്ട് മേളിൽ പോവുക. ആ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്താൽ മതി. റേസിൻ്റെ പകുതി ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്, കാരണം കൂടുതൽ ലെങ്ത് ആവുന്നുണ്ട് വീഡിയോ. അതുകൊണ്ട് ഇത്തിരി ഭാഗം കട്ട് ചെയ്തു. അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോയിൽ കാണുന്നത് ഇറ്റ്സ് മീ സ്കൾ ഗെയിമിംഗ്. ബൈ ബൈ.